ഈ ഇവൻറ്റിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൃദംഗനാഥം. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രീമിയം ആർട്ട് മാഗസീനാണ്. നമുക്കിവിടെ ഒരുപാട് മാഗസീൻസ് ഉണ്ട്, പക്ഷേ ആർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസീനാണ് മൃദംഗ വിഷൻ. സോ അവരുടെ ഒരു ലോഞ്ചിനോടും കൂടെ അനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു ബ്രെയിൻ ചൈൽഡാണിത്. അതിൻ്റെ CEOs ആയ മിസ്റ്റർ ഷമീർ ഉണ്ട് ആൻഡ് മിസ്റ്റർ നിഗോഷ്. അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു വിഷനാണ്. അതിലേക്ക് ഞാനും കൂടെ അതിൻ്റെ ഒരു ഫേസായിട്ട് ഇതിൻ്റെ എല്ലാ ഓരോ ഘട്ടത്തിൻ്റെയും ഡെവലപ്മെൻറ്റ്സ് പ്രേക്ഷകരിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും എത്തിക്കാനുള്ള ഒരു ഫേസായിട്ട് ആണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. പിന്നീട് അതിൻ്റെ കോറിയോഗ്രാഫിയിലും കൂടെ ഞാൻ ഭാഗമാകുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കാരണം കൈതപ്പുറം തിരുമേനി എഴുതിയിട്ട് ദീപാങ്കുരൻ മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ്. അതാണ് ആക്ച്വലി ഇവന്റ്. ആ ഗാനത്തിൻ്റെ നൃത്തച്ചുവടുകൾ 12,000 നർത്തകൾ ഒന്നിച്ചു ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിൻ്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാഥം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്. ഇതിപ്പോ നമ്മൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു, ഒരേ കോറിയോഗ്രാഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതൊരു സന്തോഷം. കേരളത്തിൽ നടക്കുന്നുവെങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട്. അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുമുള്ള അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല. അവർക്ക് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. അത് അവർ വഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രാഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ്. നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്, എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ മൃദംഗനാഥത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ 29-ാം തീയതി ഒത്തുചേർന്നു. ഇത് അവിടെ നിന്നാണ് ഇവരുടെ ഈ CEOസിന്റെ ഒരു വിഷനാണിത്. ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കേണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ. അദ്ദേഹത്തിന്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു. ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ വാല്യൂസ് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ബ്ലെൻഡായിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരതനാട്യം എന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റിംഗ് തന്നെ വിളിക്കുന്നുള്ളൂ. അന്നേ ദിവസമാണ് നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അതുവരെ ഇത് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. സോ അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക,
പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കാണുകയാണല്ലോ. എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ, ഇത് നമുക്കിത് ഭരതനാട്യം നമ്മളൊരു ഭരതനാട്യം പ്രാക്ടീഷണർ അല്ലെങ്കിൽ നമുക്കിതിന് ഒരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ല. 7 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും, പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല. അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത്. എന്ന് പറയുന്നത് കുറച്ച് ഇൻവിറ്റേഷൻസ് പോലെ, അതായത് സ്ക്രിപ്റ്റ്സ് വന്നിരുന്നു, പക്ഷെ ആക്റ്റീവായിട്ട് അത് പെർസ്യൂം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ്, പ്രയോറിറ്റീസ്, ഡ്യൂട്ടീസ്, അങ്ങനെ ഡേറ്റ്സ് മാച്ച് ആവാണ്ട് വരെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല. ആഗ്രഹത്തിന്റെ അല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയണമല്ലോ. അപ്പൊ അതിനുള്ള നേരത്തെ അതിന് സാധിച്ചില്ല, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. നമ്മൾക്ക് എല്ലാ സാരീസും റെഡിയാണ്. നമ്മളത് ഓൾറെഡി ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിസിപ്പൻസിന്റെ കയ്യിലേക്ക് സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക ഡിസൈനിങ്ങും അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൃദംഗനാഥത്തിന്റെ ആ ലോഗോ വെച്ചിട്ടുള്ള ബ്ലൗസ് പീസും. സോ ഇത് തന്നെ ആയിരിക്കും. ഇതിപ്പോ റെഗുലർ ഡ്രേപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, പക്ഷെ അന്ന് പ്രാക്ടീസ് സാരി ലുക്കിലായിരിക്കും എല്ലാ നർത്തകരും. അന്ന് തന്നെ ഒരു ഡാൻസറിനെ നിങ്ങൾ ലോഞ്ചിന് കണ്ടല്ലോ, ആ ഒരു ലുക്കിൽ, ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും അന്ന് നിങ്ങൾ കാണുന്നത്. പ്രാക്ടീസ് സെഷൻസ് ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടിയല്ല, ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആണ് ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഗുരുക്കന്മാരാണ് പ്രാക്ടീസ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുന്നത്. അത് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യും. എല്ലാവരും പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഡാൻസ് പഠിക്കുന്നവർ, ഡാൻസിനോട് സ്നേഹമുള്ളവർ, ഡാൻസ് പഠിപ്പിക്കുന്നവർ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും, ഡാൻസ് പെർഫോം ചെയ്യുന്നവർ, ഡാൻസ് പ്രൊഫഷണലായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നവർ, അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിൻ്റെ ഭാഗമാവും. നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് 7 വയസ്സ് മുതൽ എനി ഏജ് ഡാൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസം നമുക്ക് 50 പേർക്ക് ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.